ഹലോ ജയന്തി, തിങ്കിങ് എ ലോട്ട്. എന്തോ ഒരു വലിയൊരു തീരുമാനത്തിന് എടുക്കാൻ വേണ്ടി. അതെ അതെ, കുറച്ച് കാലമായി ഞാനൊരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്നു. ഓക്കെ, സോ പ്രോബബ്ലി യു വാണ്ട് ടു ബിൽഡ് എ ഹോം. യെസ്, എനിക്കൊരു വീട് വെക്കണം, പക്ഷെ ഡിസൈഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. എന്നാ ഒരു കാര്യം ചെയ്യാം. യെസ്, ഇന്നത്തെ വീഡിയോ ഒരു 6 ടിപ്സ് ഈ കൺഫ്യൂഷൻ ഒക്കെ തീരാനായിട്ട്. ഇസ് ഇറ്റ് ഓക്കെ? യാ, തുടങ്ങിക്കോളൂ. പെർഫെക്റ്റ്. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് തിങ് ഈസ് ഒരു ആർക്കിടെക്ട് ബിൽഡർ പാർട്ണറെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, 2 കാര്യങ്ങളാണ്, ഒന്ന് റിയലൈസേഷനും ഒന്ന് വിഷ്വലൈസേഷനും. ഇത് നമ്മുടെ ബോണ്ട് ക്ലയന്റുമായിട്ട് കൂടുമ്പോഴാണ് ഇത് ബെറ്റർ ആയിട്ട് വരിക. ശരിയാണ്. എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ബഡ്ജറ്റ് ഉണ്ടാവണം, അതാണ് എൻ്റെ ഒരു സജഷൻ. എക്സാക്ട്ലി, കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിളി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ്. തേർഡ് തിങ് ഈസ് നമ്മൾ പേനയും പേപ്പറൊക്കെ എടുത്ത് ഇരുന്ന് റിക്വയർമെന്റ്സ് എഴുതുക. ഈ റിക്വയർമെന്റ്സ് എഴുതാൻ എൻട്രൻസ് ഗേറ്റ് തൊട്ടിട്ട് ആൻഡ് ടുവേർഡ്സ് ഓൾ ദ 4 ഡിറക്ഷൻസ് അവിടെയുള്ള ഓരോരോ സ്പേസസും നമ്മൾ മെൻഷൻ ചെയ്ത് ഈ സ്പേസസ് വേണം നമ്മൾ ഒരു ആർക്കിടെക്ടോട് ഡിസ്കസ് ചെയ്യേണ്ടത്. പ്രൈമറി സോണിംഗ് ചെയ്യുക, സെക്കൻഡറി സോണിംഗ് ചെയ്യുക, ഫൈനലൈസ് ചെയ്യുക. നിങ്ങൾക്കൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടാവണം. ഹൗസ് വാമിംഗ് ഡേറ്റ് ആണ് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കൗണ്ട് ഡൗൺ പ്രോസസ്സ് പോലെ ചെയ്യാം. കൃത്യമായിട്ട് ഓരോ പ്രോസസ്സും ഷെഡ്യൂൾ ചെയ്ത് നീങ്ങുവാണെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും, മണി സേവ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് ഇസ് ഒരു പ്ലോട്ടിന്റെ കണ്ടീഷൻ ഇസ് വെരി റെലവെന്റ്. അതിന്റെ ടോപ്പോഗ്രഫി, അതിന്റെ കോണ്ടോർ, അതിലുള്ള വെജിറ്റേഷൻ, ഇതെല്ലാം സോയിൽ ടെസ്റ്റിലൂടെ മനസ്സിലാക്കി ഇതിനനുസരിച്ച് വേണം സ്ട്രക്ചറൽ പ്ലാൻ ചെയ്യാനായിട്ട്. സ്പെസിഫിക്കേഷൻ വളരെ സ്പെസിഫൈഡ് ആവണം. നമ്മളുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് കൃത്യമായി സ്പെസിഫൈ ചെയ്യണം. അതിനുപയോഗിക്കുന്ന മെറ്റീരിയലിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ വേണം. ഇത്തരത്തിലെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഐ വിൽ ഡിസൈഡ്. അപ്പോൾ കൺഫ്യൂഷൻ ഒക്കെ ക്ലിയർ ആയി 6 പോയിന്റ്സ്. യെസ്, സോ ലെറ്റ്സ് ബിൽഡ് ടുഗദർ. യാ.